അതിമനോഹരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ഒരു വീട്ടിലെ കൊച്ചു പയ്യന് ഒരു മാന്ത്രിക അനുഭവം ഉണ്ടാകുന്നു. ആ പയ്യന്റെ പേരാണ് അച്ചു. അവന് കൂട്ടുകാരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്കാണ്. ഒരു ദിവസം അവൻ രാത്രി ആകാശവും നോക്കിയിരിപ്പായിരുന്നു. പെട്ടെന്നതാ ആകാശത്തു നിന്നും ഒരു കുഞ്ഞു നക്ഷത്രം താഴേക്ക് വീഴുന്നു. അവൻ അത് കണ്ടതും നേരെ നക്ഷത്രത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പെട്ടെന്ന് ആ നക്ഷത്രം ഒരു സുന്ദരിയായ മാലാകക്കുഞ്ഞായി മാറി. ആ മാലാകക്കുഞ്ഞ് അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, "എന്താണച്ചു നിന്റെ ആഗ്രഹം? ഞാനത് സാധിച്ചു തരുന്നതായിരിക്കും." അതും പറഞ്ഞ് മാലാക അവിടെ നിന്നും മാഞ്ഞുപോയി. അടുത്ത ദിവസം മാലാകയോട് എന്താഗ്രഹം പറയണമെന്ന് ആലോചിച്ചിരിപ്പായി അച്ചു. അങ്ങനെ അടുത്ത ദിവസം മാലാക വീണ്ടും വന്നു. മാലാക ചോദിച്ചു, "എന്തായി അച്ചു, നീ നിന്റെ നടത്തേണ്ട ആഗ്രഹം തീരുമാനിച്ചോ?" അച്ചു പറഞ്ഞു, "എനിക്ക് കൂട്ടുകാരില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഓടി നടക്കുവാനും കളിക്കുവാനും വേണ്ടിയുള്ള ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോകണം മാലാകയെ." ഇത് കേട്ടതും മാലാക അച്ചുവിനെയും കൂട്ടി ഒരു മാന്ത്രിക ലോകത്ത് കൊണ്ടുപോയി. വളരെ മനോഹരമായ ഒരു അത്ഭുതകരമായ സ്ഥലം. അവിടെ എത്തിയതും ഒരു കുഞ്ഞു മാലാക വന്ന് അവന് അനുഗ്രഹം ചൊരിഞ്ഞു. അവൻ ആ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷവാനായി. തനിക്ക് ഇങ്ങനെയൊരു ഭാഗ്യം കൊണ്ടുതന്ന മാലാകക്കുഞ്ഞിനോട് അവൻ നന്ദി പറഞ്ഞു. അവിടെയുള്ള അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ അവന് പുതിയ അനുഭവമായിരുന്നു. അവൻ്റെ സന്തോഷം മാലാകക്കുഞ്ഞ് ദൂരെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവൻ ഓടി നടക്കുന്നതും അവൻ്റെ കളിചിരികളും ഒക്കെ മാലാകക്കുഞ്ഞ് നോക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവിടുന്ന് മടങ്ങി അവനെ വീണ്ടും വീട്ടിലെത്തിച്ച മാലാക അവനോട് ചോദിച്ചു, "നിനക്കിനി എന്തു വേണം?" അവൻ പറഞ്ഞു, "എനിക്ക് നല്ലൊരു സുഹൃത്തിനെ വേണം, ഒപ്പം കൂട്ടുകൂടി നടക്കാൻ." മാലാക അവനെ അനുഗ്രഹിച്ചു. അങ്ങനെ മാലാക അവിടെ നിന്ന് മറഞ്ഞുപോയി. അന്ന് രാത്രി അവൻ സന്തോഷത്തോടെ ഉറങ്ങി. അടുത്ത ദിവസം സ്കൂളിൽ പോയ അച്ചു അവനെയും കാത്ത് ക്ലാസ് മുറിയിൽ ഒരുപാട് പേരിയ്ക്കുന്നത് കണ്ടു. അവന് സന്തോഷമടക്കാനായില്ല. അവൻ എല്ലാവരോടും സംസാരിച്ചു. എല്ലാവരും അവനോട് കൂട്ടുകൂടാൻ തുടങ്ങി. ഒപ്പം ഒരു കൊച്ചു കൂട്ടുകാരി അവനെയും കാത്തിരിപ്പുണ്ടായിരുന്നു. മാളു എന്നായിരുന്നു അവളുടെ പേര്. മാളു അച്ചുവിനെ കണ്ടതും അവനെ അരികിലേക്ക് വിളിച്ചു. അവർ രണ്ടുപേരും ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി. അവന് ഒരു ഉറ്റ സുഹൃത്തിനെ കൂടി കിട്ടി. ചങ്ങാതിയെ കിട്ടിയ അച്ചു വളരെ സന്തോഷത്തോടെ തനിക്ക് അനുഗ്രഹം തന്ന മാലാഖയെ മനസ്സിൽ സ്മരിച്ചു.